ഹലോ. അപ്പോൾ ഇന്നത്തേത് കുറച്ചൊരു ലോങ് വീഡിയോ ആണ്. എനിക്കറിയാം എല്ലാവർക്കും ഷോർട്സാണ് ഇഷ്ടമെന്ന്. പറ്റുമെങ്കിൽ ഞാനിതൊന്ന് ഷോർട്ടാക്കിയിട്ടിടാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മീഷോയിൽ നിന്ന് കുറച്ച് ക്ലേ മേടിച്ചു. ക്ലേ വെച്ചിട്ട് ഒന്നുണ്ടാക്കി നോക്കാം വെച്ചാൽ ഫെവിക്രിലിൻ്റെ ക്ലേ വെച്ചിട്ടാണ് ഞാൻ എല്ലാവർക്കും കാണിച്ചു തന്നിട്ട്. അപ്പം മീഷോയിൽ നിന്ന് മേടിച്ചു. അതിൻ്റെ ക്വാളിറ്റിയും കൂടെ ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ക്ലേ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര വാട്ടറി ആയിരുന്നു കേട്ടോ. അപ്പോൾ കയ്യിലൊക്കെ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കുമായിരുന്നു. ഏത് സർഫസിൽ വെച്ചാലും അവിടെ എല്ലാം അത് ഒട്ടുമായിരുന്നു. ഞാൻ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടു, അതിൻ്റെ പുറത്ത് ചെയ്തിട്ട് അതിലും ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഒട്ടി 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 നിൽക്കുമായിരുന്നു. പക്ഷെ എന്തായാലും മേടിച്ചതല്ലേ, അപ്പം അതിൻ്റെ ക്വാളിറ്റി നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ അതിട്ടിങ്ങനെ പരത്തും. അതെടുക്കാൻ നോക്കുമ്പോൾ വീണ്ടും പൊടിഞ്ഞു കുറേ നേരം എന്തൊക്കെയോ കാണിച്ചിട്ട് വീഡിയോയിൽ ഫുള്ളൊന്നും ഞാൻ വെച്ചിട്ടില്ല. ഫുൾ വീഡിയോ എടുക്കാൻ പോയ ഒരു ഭയങ്കര ലോങ് വീഡിയോ ആയിപ്പോവും, 1 മണിക്കൂറിൽ കൂടുതലായിപ്പോവും. അതുകൊണ്ട് ഞാൻ മാക്സിമം കട്ട് ഷോട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം കണ്ടില്ലേ, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അതേപോലെ അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമായിരുന്നു. കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ ഞാൻ അപ്പം തന്നെ അങ്ങ് എടുക്കാൻ നോക്കിയത്. എന്തായാലും ഞാനിത് വെച്ചിട്ട് 2 ലോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയതാണല്ലോ എന്ന് വെച്ചാൽ അതിന് കളറൊക്കെ ചെയ്തു. കറക്റ്റായിട്ട് അതങ്ങോട്ടൊന്നും ശരിയായിട്ടില്ല. ഇനിയിപ്പം ആർക്കെങ്കിലും ഇത് ഇങ്ങനെ വാട്ടർ കണ്ടൻറ്റ് കൂടിയ ക്ലേ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അത് യൂസ് ചെയ്യണം എന്നറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ വേറെയും ട്രിക്കുകൾ നോക്കുന്നുണ്ട്. എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്കിനി വേറൊരു വീഡിയോയിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ചെയ്യാം. അപ്പം ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഞാനതിങ്ങനെ പരത്തി ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ എടുക്കാൻ നോക്കുവാണ്. അങ്ങനെ ഞാൻ 2 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു വിധം റെക്റ്റാങ്കിൾ ഷേപ്പായെന്നേ പറയാൻ പറ്റുള്ളൂ. കറക്റ്റ് ഒരു ഷേപ്പായില്ല. പിന്നെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ലാസ്റ്റ്. എന്നിട്ട് അതിലൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരു ക്യാപ്പിൻ്റെ അടപ്പെടുത്തിട്ടൊന്ന് ഇതാക്കിയത്. അപ്പം അത് നന്നായിട്ട് പ്രസ് ചെയ്യാൻ പോകുമ്പോഴേക്ക് ഈ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് അത് എടുക്കാൻ നോക്കുമ്പോൾ ഒട്ടിപ്പോകും. ആ ഷേപ്പ് അങ്ങോട്ട് കിട്ടുന്നില്ല. പിന്നെ ലാസ്റ്റ് ഞാനൊരു കമ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സെമി സർക്കിളൊക്കെ വരച്ചാണ് ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൈയൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. കയ്യിൽ ഭയങ്കരമായിട്ട് ഒട്ടിയിട്ടേ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഒരു പെൻഡൻറ്റിൽ ഒരു സൺഫ്ലവർ രീതിയിൽ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് വിചാരിച്ചിരിക്കുന്നത്. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൺഫ്ലവറിൻ്റെ സെമി സർക്കിൾ, സൺഫ്ലവറിൻ്റെ പാതി വെച്ചിട്ട് കാണുന്ന രീതിയിൽ. മറ്റേതിൽ റാൻഡമായിട്ട് ഞാനൊരു ഡിസൈൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇന്നത് എന്നുള്ള രീതിയിലൊന്നും ഞാൻ വിചാരിച്ചില്ല. ജസ്റ്റ് റാൻഡമായിട്ട് എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ചെയ്യാം എന്ന് തോന്നിയതെല്ലാം ഞാനതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 എണ്ണം. പിന്നെ ഞാൻ രണ്ടാമത് റാൻഡമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതിന് താഴെയായിട്ട് കുറച്ച് ബീഡ്സ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ ചെയ്യാം എന്നുള്ള രീതിയിൽ ചെയ്തു. കണ്ടില്ലേ ഞാനിങ്ങനെ ബീഡ്സൊക്കെ. എന്നിട്ട് ഞാൻ ലോക്കറ്റിന് ഇടാൻ പറ്റുന്ന രീതിയിൽ കമ്പിയൊക്കെ വളച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അത് ഞാൻ വീഡിയോയിൽ ഡ്രിം ചെയ്തപ്പോൾ പോയെന്ന് തോന്നുന്നു, സോറി. എന്തായാലും അത് ഒരു ദിവസം വെച്ച് ഡ്രൈ ആക്കി എടുത്തിട്ട് നെക്സ്റ്റ് ഡേയിൽ കളർ ചെയ്യാൻ എടുത്തതാണിത്. ഞാൻ സൈഡിലും ബോർഡറെല്ലാം നല്ല രീതിയിൽ ഡബിൾ കോട്ട് ചെയ്ത് തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
ഈ ലോക്കറ്റ് ഇപ്പം എനിക്കിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ തോന്നുന്നത് വാട്ടർ മെലൺ ആക്കാമായിരുന്നു എന്നാണ്. ആ ഓറഞ്ചിന് പകരം അകത്ത് റെഡ് കൊടുത്തിട്ട് റെഡിൻ്റെ അവിടെ വേറെ കളർ വല്ലതും കൊടുത്താൽ മതിയായിരുന്നു. ഒരു വാട്ടർ മെലൺ ലുക്കൊക്കെ വന്നേനെ അങ്ങനെയായിരുന്നെങ്കിൽ. ഇപ്പോഴാണ് അത് ഞാൻ ശ്രദ്ധിക്കുന്നത്, ഒരു വാട്ടർ മെലൺ ലുക്കൊക്കെ ഉണ്ട്. ഇപ്പം ഞാനത് പെയിൻറ്റ് ഉണങ്ങി കഴിഞ്ഞപ്പോൾ അത് ഒരു ചെയിനിലിട്ടിട്ട് മാലയുടെ ലോക്കറ്റായിട്ട് ഇട്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഐഡിയ കാണിച്ചു തരുവാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണേ. അതേപോലെ ഇത് വാട്ടർ കണ്ടൻറ്റ് കുറയ്ക്കാനുള്ള എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരണേ. താങ്ക് യു.